നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. ബയോമെട്രിക് ഓപ്പറേറ്റേഴ്സും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇത്രയധികം കർക്കശമായ സുരക്ഷാ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയ നീറ്റ് പരീക്ഷയിൽ എന്നിട്ടും ആൾമാറാട്ടം ഉണ്ടായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം സൈന്യം വരെ ഇറങ്ങി ആദ്യമായിട്ട് പരീക്ഷ നടത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം നടന്ന നീറ്റ് പുനഃപരീക്ഷ അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സുരക്ഷയൊരുക്കിയ ഒരു പരീക്ഷയാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ മുറിയിൽ അടച്ചിടുന്നു രഹസ്യ കേന്ദ്രത്തിൽ. കൂടാതെ ചോദ്യപേപ്പർ നീക്കത്തിനായി സൈന്യത്തെ ഉപയോഗിക്കുന്നു, സുരക്ഷയ്ക്കായി കേന്ദ്രസേനകളെ ഉപയോഗിക്കുന്നു. കൂടാതെ എക്സാം ഹാളിലേക്ക് കടത്തിവിടുന്നതിന് മുമ്പ് ബയോമെട്രിക് ആധാർ വെരിഫിക്കേഷനുകൾ നടപ്പാക്കുന്നു. അതിനുശേഷമാണ് പരീക്ഷ നടപ്പാക്കിയത്. എന്നാൽ ആ പരീക്ഷയിലും അട്ടിമറി നടന്നിരിക്കുന്നു. ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയവരെ പിടികൂടിയിരിക്കുന്നു ബീഹാറിലെ ലക്കിസറായിൽ എന്നുള്ളത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റുള്ളവരെ കൂടി ഞെട്ടിക്കുന്നതാണ്. 9 പേരാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇവർ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയതായി സ്ഥിരീകരണം ഉണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ 9 പേർക്ക് അപ്പുറത്തേക്ക് വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ബീഹാർ പോലീസ് ഉള്ളത്. 12 പേരെ ഇതിനകം ചോദ്യം ചെയ്തു വരികയാണ് എന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ ബയോമെട്രിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ എന്നിവർക്ക് പങ്കില്ലെങ്കിൽ ഇതൊരിക്കലും സാധ്യമാകില്ല എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഒരു വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥിക്ക് പകരം മറ്റൊരാൾ പരീക്ഷ എഴുതുമ്പോൾ അയാളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നാണ് ബീഹാർ പോലീസിനെ കൊടുക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ ബയോമെട്രിക് പരിശോധനകൾ നടത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടനിലക്കാർ ഒത്തുകളിച്ചുള്ള ഒരു ശൃംഖല ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. വിഷയം ഗൗരവത്തോടെ കണ്ട് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരുന്നു. ലക്കിസറായ്ക്ക് അപ്പുറത്തേക്ക് മറ്റിടങ്ങളിലും ഇത്തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബീഹാർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.